മുല്ലപ്പൂ 15 മുഴോ 10 മുഴോ 15 ഒരു സെക്കൻഡ് ഒന്ന് ഞാനൊന്ന് റെക്കോർഡ് ചെയ്യട്ടെ. പറഞ്ഞോ. മുല്ലപ്പൂ 15 മുഴം. ഓക്കെ, മുഴം. ഞാൻ പറഞ്ഞോളാം. മുല്ലപ്പൂ 15 മുഴം കേട്ടോ. ഞങ്ങൾ ആരും വിളിച്ചിട്ടുണ്ടോ? ഹലോ, ഞാൻ വിളിച്ചു. ഒരു കുഞ്ഞ പൂക്കളിടാൻ ഇച്ചിരി വാടാമല്ലി, ചെണ്ടുമല്ലി, പിന്നെ അരളി, പിന്നെ കുറച്ച് ചെറിയ പൂക്കൾ മതി. അങ്ങനെ രീതിയിൽ അത് മതി. ഞാൻ പറയട്ടെ, മുല്ലപ്പൂ കൂടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാലോ. മുല്ലപ്പൂ ആർക്കൊക്കെ വേണ്ടേ? ഞങ്ങൾ എന്തായാലും മുല്ലപ്പൂ ഇടുന്നില്ല. നല്ല കൈ കീർന്ന് ചുറ്റി കല്യാണത്തിനട ഓണത്തിന് ആരുടെ കൈമ ചെട്ടിട്ടും ഷിൻസനങ്ങൾ എന്ത് മേടിക്കണോ അതിന്റെ ഒരു കാബാ മേടിച്ചാൽ എല്ലാം ഓവറായിരിക്കും. ഒരു കുഞ്ഞ് ഈ വട്ടത്തിലെ പൂക്കൾ ഇടുന്നുള്ളൂ. ആ വട്ടത്തിനുള്ളത് വാങ്ങിച്ചിട്ട് ഷിൻസനങ്ങളുള്ളത് മേടിച്ചാൽ ഹോള് മൊത്തം മേടിച്ചിട്ട് ഈ വട്ടത്തിനുള്ള പൂവേ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ മുല്ലപ്പൂ അധികം വേണം. 20 എത്രയാന്ന് വെച്ചാൽ കുഴപ്പമില്ല. നീ വരുന്നില്ലേ? നൂറാക്കാൻ. ഗൈസ്, നമ്മുടെ ഓണം സെലിബ്രേഷൻ അവിടെ തകൃതി നടന്നുകൊണ്ടിരിക്കാൻ പോവുകയാണ്. അപ്പൊ പൂ മേടിച്ചിട്ട് വന്നാ പോവാ. ഓക്കെ, നമ്മളിവിടെ സാരി സെറ്റ് ചെയ്തോണ്ടിരിക്കുക, ഞാനും മമ്മിയാണോ ഇവനെ മേക്കപ്പ് ചെയ്യുന്നത്? ബ്യൂട്ടീഷ്യൻ. ഓണം മൂഡ്, സാരി മൂഡ്. ഹാപ്പി ഓണം. കൊച്ചു രാവിലെ എഴുന്നേറ്റു. എല്ലാവരും കൂടെ കളിയും ഇതായിട്ടാ. അപ്പൊ ഇന്ന് ഞങ്ങളിന്ന് പൂക്കളം മറ്റേ പൂവും കാര്യങ്ങളും വാങ്ങണം. മുല്ലപ്പൂ ഇവർക്കെല്ലാം വാങ്ങണം. പൂവല്ലേ വേണ്ടത്? ആ പൂവ് ടൗണിൽ പോയിട്ട് ഹോൾസെയിൽ നിന്ന് പൂച്ചാ നമുക്ക്. പിന്നെന്താ, നമ്മള് റീറ്റെയിൽ ഇല്ല, നമ്മൾ എടുക്കണേ ബൾക്ക്. ഇതെന്താണ് ഇത്? ക്യാമറ അല്ല, അതെനിക്ക് മനസ്സിലായി. എന്നെ ക്ലോസപ്പിൽ എടുക്കണ്ട. അറിയട്ടെ, 4 പേര് നമ്മുടെ കുടുംബത്തിലത്തെ വക്കീലാണ്. തെങ്ങടിച്ച പന വീണ വക്കീലാന്ന് പറഞ്ഞിട്ടാ. ചില്ലറ ആളല്ല, മനസ്സിലായ? നീയൊക്കെ കോട്ടിട്ട് നടക്കുമ്പോ മറ്റുള്ളവർ ഏറ്റു നിക്കണ്ടേ. എന്താന്ന് വിചാരിച്ച തടി കണ്ടിട്ട് അത് കട്ട് ചെയ്തോ? ഇപ്പം അവര് വിചാരിച്ച ആദ്യം കണ്ട ജഡ്ജിയാന്ന് വിചാരിച്ചതേ. ജഡ്ജി എന്തോ ചീഫ് ജഡ്ജിയെ വരണ, സുപ്രീം കോടതി ജഡ്ജി ഇപ്പൊ ഇവിടെ വിസിറ്റിങ്ങിന് വന്നാന്ന് അവന്റെ കൂട്ടർ ടക്ക് 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 എന്നിട്ടൊരു വരവുണ്ട്. അപ്പൊ ഇവന്റെ ഉള്ളില് തൽക്കാലം ഒരു സുഖമുണ്ടോ? ഇപ്പൊ എന്തെല്ലാം സ്പെഷ്യലൈസ് ചെയ്യുന്ന, ക്രിമിനൽ ആണോ സിവിൽ ആണോ? അതോ ഞാൻ എൻറോൾ ചെയ്യാൻ പോണുള്ളൂ. അതിന് ഏതെടുക്കാൻ പോണേ? പപ്പ സിവിലിരിക്കും. അജയ് കോടതിയിൽ പോയില്ല. ഞാൻ അങ്ങനെ പോകേണ്ടി ഇടയ്ക്ക് പലപ്പോഴും. അപ്പൊ ഈ കോടതിയിൽ ഒരു രസം അറിയാം, ഇവർക്ക് മാത്രമാണ് കേസാ. ജഡ്ജി പറയല്ലോ, ജഡ്ജി എന്താ പറയണെന്ന്. ഇപ്പൊ ഞാനൊരു കേസിലാണ് ഞാൻ അവിടെ നിൽക്കണ്ടെന്ന് വെച്ചോ, ഈ ജഡ്ജി പറയണത് നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ഇവർക്കറിയാം. ഇവര് പറയുന്നത് ഇതിന്റെ ജഡ്ജി അവിടെ, ഇവരിവിടെയാണ്, നമ്മളിതിന്റെ ഇടയിലുണ്ട്, നമുക്കൊന്നും മനസ്സിലാവില്ല. ഇത് ഇവരെന്താ പറയണേ. ഞാനൊരു 5-8 പ്രാവശ്യം പല കേസിനായിട്ട് പോകേണ്ട വന്നിട്ടുണ്ട്. എനിക്ക് ഇന്ന് വരെ പുറത്തിറങ്ങിയിട്ട് ഇവര് തമ്മിൽ എന്താ സംസാരിച്ചു എന്നാൽ ഇവര് കറക്റ്റ്, ഇവർക്ക് രണ്ടാൾക്കും മനസ്സിലാവുന്നുണ്ട്. അവരുടെ വല്ല ടെക്നിക്കൽ ടേംസ് എന്താ ഇവര് പറയുന്നതൊക്കെ ഇത് തന്നെ പറയുന്നുണ്ട്. ഇംഗ്ലീഷും മലയാളമൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവാണ്ടല്ല, മലയാളത്തിലും പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. അതെന്താണ് അതിന്റെ ഗുഡൻസ്? അതെല്ലാവർക്കും മനസ്സിലായി, പിന്നെ അവര് പഠിച്ചെടുക്കൂലേ. നമ്മുടെ സാധനം ബാക്കി അറിയണ്ട. ജഡ്ജിലൊക്കെ എഴുതുന്നുണ്ട്. ഈ നമ്മള് എന്നിട്ട് നമ്മളോട് ചോദിക്കുമ്പോ നമുക്ക് കേൾക്കുന്നുണ്ട്. ഇവരോട് പറയുമ്പോ മനസ്സിലാവില്ല. ഒരു ടെക്നിക്കാണ് ഈ സംഭവം. ഇവന്റെ കൂട്ടി വായിക്കൽ പ്രകാരേ 10 മുഴയ്ക്ക് മറ്റേ പൂ മേടിക്കാൻ വിടും. ഡിബിൻ അവിടെ ചെന്നത് പൂവിന്റെ 10 മുഴ വേണം. അവര് മുല്ലപ്പൂവിന്റെ ഒക്കെ മൂട്ടിലെ സാധനം ഇല്ല കളയുന്നത്, 10 എടുത്ത് കൊടുത്തിട്ട് വിടും. പിന്നെ അത് മേടിച്ചിട്ട് വരും. ആന്റി ഇപ്പൊ ഇങ്ങനെയാണ് പോകുന്നത് തന്നിട്ടുണ്ട്. ആന്റി പറഞ്ഞത് ഇതെന്താ സാധനം, നിങ്ങളെ മുഴ മേടിച്ചോ? ഇതിനൊക്കെ എത്ര വരുന്ന കിലോ? 140. എല്ലാം കൂടി ഒരു 150-200 രൂപയ്ക്ക് മതിയോ? എല്ലാം വേണേ. എല്ലാം നല്ല ഭംഗിയാണ്. കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ കട. അത് എന്തായാലും ക്യാമറ ഉണ്ടല്ലോ പഠിച്ചത്. ഇപ്പൊ കൊറേ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാണ്ടാവോ? അതൊക്കെ വരുന്നവരൊക്കെ ഉപയോഗിച്ചിട്ട് അറിയാൻ പാടില്ല. ഈ കട ഈ ക്യാമറയിൽ ഒരു യൂട്യൂബിലിടും.
അജയ് സ്റ്റീഫൻ യൂട്യൂബ് ചാനൽ അല്ലേ? നിങ്ങളെ വിറ്റിട്ട് ഡിസ്കൗണ്ട് വാങ്ങിക്കും ഞാൻ. ഏതൊക്കെ പൂവാണ് വാങ്ങിക്കുന്നത്? ഓ പേര് ആണിച്ചേട്ടാ, പേരെന്തൊക്കെ? ഓറഞ്ച് വൈറ്റ് പേര് പറ പൂവിന്റെ പേരൊന്നും അറിയില്ല. ഓറഞ്ച് പൂ വൈറ്റ് പൂ ഒരു മോനം ഇങ്ങനെ എടുത്തു, ജസ്റ്റ് ബാക്കിൽ വെക്കുള്ളൂ. എടാ ഒന്നും പറ്റിയില്ലെങ്കിൽ ഇത്ര ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അല്ല അത്രേ ആവശ്യമുള്ള എല്ലാം എന്റെ മണ്ടയ്ക്ക് വരൂ. നിങ്ങൾ ഡിപ്പിന്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞില്ലേ? പറയുമ്പോ അപ്പളേ ആലോചിച്ചു. അതാ പ്രശ്നം. നിങ്ങളുടെ പേരെന്തായിരുന്നു? ശരൺ. താങ്ക് യു കേട്ടോ. ഓക്കെ. ആ നിങ്ങളുടെ സ്റ്റാഫാണ്. പുള്ളിയുടെ പേര് പറഞ്ഞു അൽതാഫ്. അപ്പൊ പൂ തന്നതിന് വലിയ ഉപകാരം. വെൽക്കം. കടയുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കാം. നല്ല നമുക്ക് പറയാം. എന്താണ്? വിസ്മയ ഫ്ലവേഴ്സ്. വിസ്മയ ഫ്ലവേഴ്സ് പാലക്കാട്. ഇവിടെ വന്നാൽ നല്ല റേറ്റിന് പൂ കിട്ടും. അപ്പൊ തകർക്കും. താങ്ക് യു. വെൽക്കം. എടാ സത്യം പറ, ബില്ല് കൊടുത്തതിന് ശേഷം നീ വെറുതെ ചോദിച്ചതല്ല. പറയുമ്പോ ഇതൊക്കെ മനസ്സിലാവണ്ടല്ലേ? മറ്റത് അവന് ഗുജറാത്തി നദി ആവൂച്ചു. ഡിസ്കൗണ്ട് എനിക്ക് നല്ല സുഖമുണ്ട്. മറ്റേ കഷ്ടപ്പെട്ട് 10 രൂപയ്ക്ക് ഇതാന്ന് പറയാൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യും കേട്ടോ. എവിടെ നമ്മൾ പറയുമ്പോ ജസീഫ് എന്ന് പറഞ്ഞ പോരാ. നമ്മളിപ്പോ ഇവനെ കൊണ്ടുപോകണോ? ഒന്ന് കുളിപ്പിച്ചെടുക്കണം. അതും മലയുടെ മോളിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ. മലയുടെ പേര് പറയാം. ഏത് മല? മലമ്പുഴ. മലമ്പുഴ. ഒറ്റ പേരുള്ളൂടെ. ഓക്കെ. എവിടെ ഒറ്റ പേര്. അതായത് ഇവ നിന്ന് കൊടുത്താൽ മതി. ഞാൻ നിന്ന് കൊടുക്കാം. ഇപ്പം അങ്ങനെ റോഡ് സൈഡില് നിന്ന് കൊടുത്താൽ മോളിൽ നിന്ന് വെള്ളം. റോഡ് സൈഡിലാ? ആ അല്ല ഇങ്ങനെ അതൊക്കെ നിങ്ങൾ വിചാരിച്ച മാതിരി. പിന്നെ നീ ഇപ്പൊ കുളിക്കാൻ പോവാ റോഡ് സൈഡില്. സംജയിക്കൂ. കുളിച്ചിട്ട് ഒന്ന് കുളിക്കണോന്നൊക്കെ. അതാണ് നീ ഉദ്ദേശിച്ചത്. മലയുടെ മുകളിൽ നിന്ന് വെള്ളം കുറെ ഉള്ളിൽ നടന്നു പോയിട്ട് കുളിക്കാന്നല്ലേ? ആ കൺസെപ്റ്റ് അല്ല ഇവിടെ. ലെഫ്റ്റ് സൈഡും അങ്ങനെ മലയാ. മുകളിൽ നിന്ന് റോഡിലേക്ക് വെള്ളം വീഴണം. അങ്ങനെയാ? ഓ. ഷിജി ആന്റി ഇവിടെ മേക്കപ്പ് ഇട്ട് സുന്ദരിയായി വന്നിട്ടുണ്ട്. അകലെ നിന്ന് എടുത്തോ. ഞങ്ങളുടെ മുഖം ക്ലോസപ്പ് അത്ര പോരാ. ഇത് വൈഡാ, പേടിക്കണ്ട. വൈഡായിട്ട് വരുള്ളൂ. എന്നാ പിന്നെ കുഴപ്പമില്ല. ഞാൻ അത് വീഡിയോയില് പറയണ്ടട്ടാ. ഞങ്ങളുടെ സുന്ദരി. അതെ, പാലക്കാടൻ സുന്ദരി. ഷിജി ആന്റി ഇത്രയും പൂ മതിയാവോ നമുക്ക്? ആ മതി മതി, ധാരാളം. നമ്മുടെ ഡിസൈൻ പരിപാടികൾ എന്തൊക്കെയാണ്? ഡിസൈന് പൂക്കളത്. ഓ പൂക്കളത്. വട്ടം ഉണ്ടാവും. സിമ്പിളാണ്, പവർഫുൾ ആണ്. ആരാ ഇത് റെഡിയാക്കുന്നത്? എല്ലാരും ഉണ്ട്. ചേട്ടനുണ്ടോ? അല്ല ഇത് ആർട്ടിസ്റ്റ് അത് ഇച്ചിരി കൂടെ വലിയ വട്ടാക്കിയാലോ. റെഡ് പൂക്കളുണ്ട്. നമ്മൾ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? പൂ ഇഷ്ടം പോലെ ഉണ്ട്. ഇച്ചിരി കൂടെ വട്ടം. ഇത് റോസാണോ? ഉണ്ണി അത് ലേഡീസിന്റെ തലയില് വെക്കണ്ട പൂവെടുത്ത് അവൻ കഴുത്തിലിട്ടോണ്ടിരിക്കും. നീ ശരിക്കും ഡോക്ടറിനാണ്. ഇത് കട്ട് ചെയ്താ മതി. റോസപ്പൂ അങ്ങനെ തന്നെ മതി. അപ്പൊ എൻ്റെ അടുത്ത് കപ്പയും മീനും മേടിച്ച് എനിക്ക് പിന്നെ തിന്നാൻ പറ്റണില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തപ്പോ ആ വീഡിയോക്കാരൻ അത് എടുത്ത് വെച്ച്. അപ്പൊ ഞാൻ ദൈവം ഇയാളെ എപ്പോ വന്നു ഞാൻ കണ്ടില്ല. വൈറ്റിന് റെഡ് നല്ല മാച്ച് ആവും. നല്ല അടിപൊളിയായിരുന്നു. ഡോക്ടറൊക്കെ ഇരുന്ന് പൂക്കളിടണ മോനെ. അവനെ റെഡിയാക്കണേന് മുന്നായിട്ടേ പാപ്പൊക്കെ കൊടുത്ത് സെറ്റാക്കണ്ടേ? എന്തൊരു ഭയങ്കര വലിയ മീശ വന്നിട്ടല്ലോ. അങ്ങനെ ഈ പ്രാവശ്യം നമ്മുടെ രണ്ടാമത്തെ ഓണം സെലിബ്രേഷൻ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മുല്ലപ്പൂ എങ്ങനെ വെക്കും? എനിക്ക് മുല്ലപ്പൂ ഇങ്ങനെ ബാക്കിൽ വെക്കണം എന്നുണ്ട്. ബട്ട് അതിന് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കും കുറച്ചൊരു മുല്ലപ്പൂ ഉള്ളൂ, എനിക്കിങ്ങനെ ഫേസിലേക്ക് കാണണം. അപ്പൊ ഞാനത് ഇങ്ങനെ വെക്കണോ എന്നുള്ള ചിന്തയിലാണ്. മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വേറൊരു കോമഡി ഉണ്ടായിട്ടാ. ഞാനിങ്ങനെ ടീഷർട്ടൊക്കെ ഇട്ട് ഡ്രസ്സ് മാറണേക്കാളും മുമ്പാണ് ഞാൻ മേക്കപ്പ് ചെയ്തേ. മേക്കപ്പ് ചെയ്തിട്ട് ആഴ്ച കണ്ടില്ലേ പോണേക്കാളും മുമ്പ് മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ ജാൻസ് ആൻറ്റിയുടെ അടുത്ത് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി പിന്നെ കുറച്ച് തോന്നുന്നു കിഡ്നി അടിച്ചു പോകും മേക്കപ്പ് ഒക്കെ ചെയ്താന്നൊക്കെ പറഞ്ഞിട്ട്. അതെൻ്റെ സാരിക്ക് മാറി കഴിഞ്ഞിട്ട് ജാൻസ് ആൻറ്റിയും ഡിസൈൻറ്റിയും കൂടെ എടാ ഇതുപോലെ തളങ്ങൾ നിട്ടുന്നേ, എടാ ലിപ്സ്റ്റിക് എക്സ്ക്യൂസ് മീ എന്നിട്ട് ഓടിച്ചു വിട്ടു. മേക്കപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് ഭയങ്കര ഫണ്ണായിരുന്നു. അയച്ചോണ്ട് വേണമായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഒരു യാത്രക്ക് ഇങ്ങനെ ഒരു ബാഗ് വേണം. ഇതില്ലാതെ ഇത് എവിടെയും വരില്ല. ചേച്ചി ഇത്
50,000, 60,000, ഒരു 70 ലക്ഷം. അവിടെ ആദ്യത്തെ ഓണാണോ ഇത്? അടിപൊളി. ഇതെന്താ തിരുവാതിര? ഷിനിയാൻ്റെ ടെസ്റ്റ് ഫ്രെയിമിൽ പീസങ്ങളെ ജസ്റ്റ് കുറച്ച് സ്പീഡിൽ നടന്നങ്ങോട്ട് പോയി. വേറെ ആന്റെ അടുത്ത് സംസാരിച്ച ശരിക്കും 20 വർഷമായിട്ട് അങ്കിളെ തകർത്തണ്ടല്ലോ. തകർക്കല്ലേ. അതായത് നമ്മളെ ഓണാഘോഷം ഇപ്പോഴേ ഇവിടെ തുടങ്ങിയേക്കാണ്. ചിങ്ങൻ 2-ാം തീയതി അടിച്ചു പൊളിക്കണ്ടേ? ഓക്കെ. 1 2 3 സ്മൈൽ. 1 2 3 സൂപ്പർ. അടിപൊളി. ഒരു ഫോട്ടോ, നല്ലൊരു ഫോട്ടോ തന്നെ കേട്ടോ. ചക്കരക്കുട്ട ചക്കരക്കുട്ട ഭയങ്കര സങ്കടം. നീ കൊച്ചിനെ കണിപ്പിക്കാൻ എടുത്തിട്ടുണ്ടാവോ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. സങ്കടം. ഇപ്പൊ നമുക്ക് കുറെ ആൾക്കാരുള്ളതുകൊണ്ട് ഏത് മൂടെന്ന് പറയുന്നത് ഒരു 3 പേര് പറയാം. 3 2 1 പൂക്കളമൂട്. അങ്ങനെ ഒരാൾ എല്ലാരും ഒരേപോലെയാണ്. ഒരാൾ സാരി മൂട്. ഗൈസ് നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാ. പാപ്പന്റെ ബർത്ത്ഡേ കേട്ടോ. എന്താ അതിലെന്തോ സ്പെഷ്യാലിറ്റി ഇല്ലേ? ഞങ്ങളുടെ അപ്പച്ചൻ നവതിയാണ്. ഞങ്ങളുടെ അപ്പച്ചന്റെയും പേരക്കുട്ടികളുടെ അപ്പാപ്പന്റെയും നവതി ആഘോഷിക്കുകയാണ്. പക്ഷേ ഈ നവതി ഞങ്ങൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടിയായിട്ടാണ് ഞങ്ങള് കൊണ്ടാടുന്നത്. എനിക്ക് അതൊക്കെ അറിയാം. എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. എനിക്കറിയാത്തോണ്ട് ഞാൻ അങ്കിളിനെ പിടിച്ചു നിർത്തിയത്. അങ്കിള് പറയണം ഞാൻ സപ്പോർട്ടിങ് ക്യാരക്ടറാന്ന് പറഞ്ഞിട്ട്. സൂപ്പർ. അപ്പൊ നമുക്ക് ഇനി കേക്ക് കട്ട് ചെയ്ത് ബർത്ത്ഡേ ആഘോഷിക്കാം. 3ാമത്തെ കേക്കാന്നാണ് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. 3ാമത്തെ കേക്കാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണേ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ പാപ്പൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. 90-ലാണ് നിക്കണേ. 90-ആണ് ഷുഗറും. അപ്പൊ കുറച്ച് കൊടുക്കാൻ പാടുള്ളൂ. കൊടുക്കാൻ പാടുള്ളൂ. 110 വരെ ആക്കാം നമുക്ക്. എടാ കള്ള് മറ്റേ ആരോഗ്യത്തിന് ഹാനികരല്ലല്ലോ. ഡോക്ടറാണ്. അതെ ചോദിച്ചേ. കള്ള് നല്ലതല്ലേ? കള്ള് നല്ലതാ. ഡോക്ടർ ഷാജൻ ആന്റണി ഷാജൻ ഞങ്ങൾക്ക് എന്താ പറയാ അപ്രൂവൽ തന്നുകൊണ്ട് നമുക്ക് എന്ത് വേണേലും കഴിക്കാം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഒറ്റ സിപ്പ് അടിച്ചിട്ടുള്ള അതിന്റെ തലക്ക് ഇത് പോയതല്ല. ഗൈസ് അങ്ങനെ നമ്മുടെ കേക്ക് പരിപാടികൾ കഴിഞ്ഞു. ഇപ്പൊ എന്താണ് നടക്കണേ? നമ്മുടെ സദ്യ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അതെ, ഇല വിരിച്ചു, ഉപ്പ് വിളമ്പി. ഫുള്ള് കോർഡിനേറ്റർ ഷിൻസനങ്ങളാട്ടോ. അതായത് ഈ ഹോൾ അറേഞ്ച് ചെയ്തതും ഫുഡ് അറേഞ്ച് ചെയ്തതും കള്ള് അറേഞ്ച് ചെയ്തതും എല്ലാം ഈ പറയുന്ന ഈ കള്ളിന് എന്തൊരു സൗണ്ട് കുറവ്. അതെ, യുവർ ഓണർ പറയുന്ന ചീഫാണ്. എല്ലാം ഭംഗിയായിട്ടോ. ഇന്നലെ മുതൽ ഭയങ്കര വൈബായിരുന്നു. അടിപൊളിയായിട്ട് തീരാൻ പോകുന്ന വിഷമം മാത്രമേ ഉള്ളൂ. ഓൾ ഇൻ ഓൾ ഷിൻസൻ. അടിപൊളി. താങ്ക് യു ഗൈസ്. അപ്പൊ നമ്മുടെ സദ്യ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല വിരിച്ചു, അതിൽ ഓരോരോ വിഭവങ്ങളായിട്ട് ഇട്ടോണ്ടിരിക്കുകയാണ്. ഇനി ചോറ് വരും, പായസം വരും, പപ്പടം വരും. നമ്മൾ പൊളിക്കും ഗൈസ്. കാളൻ കൊള്ളാം, കൂട്ടുകറി, അവിയൽ എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചോറ് ഓണത്തിന് സ്റ്റാർട്ട് ചെയ്യണത് ആദ്യം പരിപ്പും നെയ്യും ഒഴിച്ച ചോറാണ് കഴിക്കണ്ടേന്ന് പറയണേ. അപ്പം ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്തു. അജയ് എപ്പോഴാണ് കഴിക്കണേ? മറ്റരി പറഞ്ഞ് കിട്ടിയല്ലേ? മമ്മിയുടെ അടുത്തിരുന്നു. അതല്ല ഗൈസ്, അപ്പൊ നമ്മുടെ ഫുഡ് അടി പരിപാടികളെല്ലാം കഴിഞ്ഞു. ഗംഭീരമായ സദ്യ കഴിച്ചു. അതെ, നല്ല പായസമായിരുന്നു. അതെ, അടിപൊളിയായിരുന്നു. അതെ. നമ്മളിവിടെ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നൊരു ക്ഷണം, അതായത് ഷിനിയും ഷിൻസനും നമ്മളെ എല്ലാവരെയും കൂടി ഒന്ന് വിളിച്ച് ആ ഒരു സ്നേഹം, അതാണ് ഞാൻ പറയണത്.
ആ ഒരു ഒത്തൊരുമ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്ത ഷിൻസനും ഷിനിക്കും ഏറ്റവും നന്ദിയും ഈ ഓണത്തിൻ്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. കൂടാതെ ഞങ്ങളുടെ അപ്പച്ചൻ്റെ ബർത്ത്ഡേ ഷാജൻ മുൻപ് പറഞ്ഞ് നവതി ആഘോഷമാണ്, അത് ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണെന്നാണ് ഷാജൻ പറഞ്ഞേക്കണത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ നമ്മുടെ ഓണം സെലിബ്രേഷൻ തീർന്നു, അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ആറാമിക്കും ഇങ്ങനെ മിസ് ചെയ്യും, അത് മാത്രമേ പ്രശ്നമുള്ളൂ. സദ്യയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓൾറെഡി ടയേർഡായി. പിന്നെ വേറെ പരിപാടികളൊന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ നമ്മളിവിടെ ജസ്റ്റ് മലമ്പുഴയൊക്കെ ഒന്ന് കറങ്ങാൻ പോയി. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഓണാഘോഷ പരിപാടിയോടുകൂടി ഈ വർഷത്തെ ഓണം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ മനോഹരമായ കലാപരിപാടികളുമായി ഇനി ക്രിസ്മസിന് കാണാൻ കഴിയും. അല്ല, അതിന്റെ ഇടയിൽ വ്ളോഗ്സ് ഒക്കെ ഉണ്ടാവും, അടിപൊളി വീഡിയോസ് ഒക്കെ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനൊക്കെ ഉണ്ട്. അതൊക്കെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോ ഈ ഓണം വീഡിയോ നമ്മളിവിടെ സൈൻ ഓഫ് ചെയ്യണു. നമ്മുടെ നെയ്ത്തും ഭാവി അജയ് ചേട്ടനും ഇത് ബൈ.